എന്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറച്ചാൾ കൂടെ ജീവിച്ചിരിക്കും. അതെ. കാരണം എന്നാൽ മാത്രമേ പറഞ്ഞ അറിയാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ ഡേറ്റിങ്ങിനൊക്കെ ഇപ്പൊ 2-3 ദിവസം പോയി കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല. കാരണം അന്നേരം കാണുന്ന ആൾക്കാരല്ല ജീവിതത്തിൽ. 2-3 ദിവസം ഡേറ്റിന് പോയി അപ്പൊ കെട്ടല്ല നമ്മള്. അല്ല, സമയം എടുത്തിട്ടാണ് കുറച്ചാൾ കൂടെ ജീവിക്കുന്നത് ഡേറ്റിംഗ് ജീവിക്കണം. ഒരുമിച്ച് ഹലോ ഗൈസ്, അഖിൽ എന്നാർഡിയുടെ വൈഫ് ഒളിച്ചോടിയതുമായി ബന്ധപ്പെട്ട് രാജ്യം നടുങ്ങുന്ന റിയാക്ഷനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ശകലയുടെ ഒളിച്ചോട്ടത്തിന് ശേഷം ഇത്രയും വൈറലാവുന്ന, ഒരുപക്ഷെ അതിലും അതുക്കും മേലെ വൈറലാവുന്ന മില്യൺസ് ഓഫ് വ്യൂസ് ആണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ മില്യൺസ് ഓഫ് വ്യൂസ് ആണ് ഈ ഒരു വീഡിയോയുടെ റിയാക്ഷന്. എനിവേ, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്താണെന്നുള്ളതുകൂടെ, അതായത് ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയാൻ ആകാംക്ഷയുണ്ട്. ചില ആളുകൾ ഈ ഒരു വിഷയത്തിൽ വലിയ എതിര് പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തവർക്കെതിരെ വലിയ എന്തോ പാതകം ചെയ്തെന്ന്. ഞാൻ ഈ വിഷയം കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ചെറുക്കനെ സോഷ്യൽ മീഡിയയിലിട്ട് കളിയാക്കുന്നതും അവനെ അവഹേളിക്കുന്നതും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നലെ ആ വീഡിയോ ചെയ്തത്. അല്ലാതെ മറ്റൊരു വിധത്തിലുള്ള താല്പര്യം ഈ ഒരു വിഷയത്തിലില്ലായിരുന്നു. എനിവേ, അഖിൽ എന്നാർഡിയുടെ വൈഫ് ഒളിച്ചോടിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വലിയ രീതിയിലുള്ള അഭിയോഗങ്ങൾ വരുന്നുണ്ട്. അതിനൊരു ക്ലാരിറ്റി, എന്തുകൊണ്ടാണ് ഈ പെണ്ണ് പോകാനുണ്ടായ കാരണം, ഈ പറഞ്ഞ കണക്ക് അഖിലിൻ്റെ എന്തെങ്കിലും സ്വത്ത് വകകൾ അടിച്ചുകൊണ്ടാണെന്നോ പോയെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട്, അവകാശം ഉന്നയിക്കുന്നുണ്ട്. പിന്നെ ഈ പെങ്കൊച്ചിന് BPD എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് പറയാനുള്ളത്? ഈ അനൂപ് എന്ന് പറയുന്ന ഒളിച്ചോടി പോയതാളുടെ കൂടെയാണ് അനൂപ് എന്ന് പറയുന്ന അനൂപ് നന്ദകുമാർ എന്ന് പറയുന്ന ഇവൻ്റെ കുടുംബ പശ്ചാത്തലം എല്ലാ വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. എന്താണെന്നുള്ള കാര്യം വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. അത് തന്നെ നമ്മുടെ അഖിലിൻ്റെ ഒരു വീഡിയോ, അഖിൽ തൻ്റെ കല്യാണത്തിന് ശേഷം ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് അഖിൽ പറഞ്ഞ ഒരു സംഭവം. എന്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുറച്ചാൾ കൂടെ ജീവിച്ചിരിക്കും. അതെ. കാരണം എന്നാൽ മാത്രമേ പറഞ്ഞ അറിയാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ ഡേറ്റിങ്ങിനൊക്കെ ഇപ്പൊ 2-3 ദിവസം പോയി കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല. കാരണം അന്നേരം കാണുന്ന ആൾക്കാരല്ല ജീവിതത്തിൽ. 2-3 ദിവസം ഡേറ്റിന് പോയി അപ്പൊ കെട്ടല്ല നമ്മള്. അല്ല, സമയം എടുത്തിട്ടാണ് കുറച്ചാൾ കൂടെ ജീവിക്കുന്നത് ഡേറ്റിംഗ് ജീവിക്കണം. ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കെട്ടാൻ. ലൈക്ക് ലിവിങ് ടുഗദർ ഒക്കെ അതേപോലെ. അല്ല, ഞാൻ പറഞ്ഞില്ല, നമുക്കോ പറ്റിയില്ല, ആർക്കിലൊക്കെ പറ്റിട്ട്. അഖിലിന്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത് തൻ്റെ കുടുംബജീവിതത്തിൽ ചില പാകപ്പിഴകൾ ഉണ്ടായി എന്ന് വ്യക്തമാണ്. അഖിൽ പറയുന്നത് മറ്റുള്ളവർക്കെങ്കിലും അതൊരു ഉപകാരമാവട്ടെ, ഒന്ന് കണ്ടറിഞ്ഞതിന് ശേഷം, ഒരുമിച്ച് താമസിച്ചതിന് ശേഷം, ലിവിങ് ടുഗദർ നടത്തിയതിന് ശേഷം കെട്ടുന്നതാണ് നല്ലതെന്നാണ് അഖിൽ പറയുന്നത്. ഇവരുടെ വിഷയത്തിൽ ഒരുപാട് നാളായി ഇവർ പ്രേമിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഏതാണ്ട് 1.5 കിലോമീറ്റർ വ്യത്യാസം മാത്രമാണ് ഇവരുടെ രണ്ടുപേരുടെയും വീടുകൾ തമ്മിലുള്ളതെന്നാണ് പറയുന്നത്. നേരത്തെ അറിയാവുന്ന കുട്ടിയാണ്. ഇൻസ്റ്റാഗ്രാം വഴി പ്രണയത്തിലാവുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ അച്ഛനോട് ഈ വിഷയം പറയുന്നു, കല്യാണം ആലോചിച്ചു നടത്തുന്നു. ആദ്യം ഈ പെൺകൊച്ചിന് വേറെ ലവർ ഉണ്ടായിരുന്നു പറയുന്നു, കല്യാണം ഒൺസ് കഴിച്ചാണെന്ന് പറയുന്നു, സ്ഥിരീകരണമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു വിഷയത്തിൽ ഈ പെൺകൊച്ചിൻ്റെ അമ്മയെ കുറ്റം പറയുന്ന ആളുകൾ പറയുന്ന ചില കാര്യങ്ങൾ, പ്രധാന കാരണം ആ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഈ പെൺകൊച്ചിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഓൾറെഡി ഡിവോഴ്സായി പോവുകയാണ്. അവിടെ കല്യാണത്തിന് ആ ഒരു റെഡ് ഷർട്ടിട്ട് നിൽക്കുന്ന ആ ഒരു ഹതഭാഗ്യനായ വ്യക്തിയാണ് മേഘയുടെ അച്ഛൻ. ഇപ്പോഴത്തെ നിലവിൽ, അതായത് സ്റ്റെപ്പ് ഡാഡി, മറ്റേ ഇല്ലേ ദിലീപിൻ്റെ പടത്തിൽ പറയുന്ന കണക്ക്, 2 കൺട്രീസിൽ പറയുന്ന കണക്ക് സ്റ്റെപ്പ് ഡാഡിയും അല്ലാത്ത ഡാഡിയുമാണ്. 2 ഡാഡിയാണ് കല്യാണത്തിനുണ്ടായിരുന്നത്. സ്റ്റെപ്പ് ഡാഡി ഒന്ന് കൈപിടിച്ച് കൊടുക്കുന്നു. ഒരേ ഡ്രസ്സാണ് അമ്മ, സുന്ദരിയായ അമ്മ, അതേ ഡ്രസ്സ് തന്നെയാണ് അച്ഛനെന്ന് ഇട്ടിരിക്കുന്നത്. ഈ അമ്മയെന്ന് പറയുന്ന സ്ത്രീ അച്ഛനെതിരെ വലിയ രീതിയിൽ കേസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കല്യാണവുമായി ബന്ധപ്പെട്ട് ഇവർ ഒന്നിച്ചതാണെന്നാണ് പറയുന്നത്. ഡൈവേഴ്സ് ആയതിനു ശേഷം വലിയ രീതിയിൽ കേസിന് പോവുകയും കേസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. എല്ലാവരും ഇപ്പം ഒരുമിച്ച് സന്തോഷകരമായി ഒത്തുപോകണമെന്നില്ല. പല കാര്യങ്ങൾ കൊണ്ട് ഡൈവേഴ്സ് ആയേക്കാം. പക്ഷേ ഇവിടെ അമ്മയ്ക്ക് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പെങ്കൊച്ചിനെ തിരുത്താനും കഴിയത്തില്ല. കാരണം അമ്മ അങ്ങനെ ചെയ്തില്ലേ എന്ന് ഇവൾ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഇല്ല. ഇനി ഇവൾ പോയിരിക്കുന്നത് ഈ പറഞ്ഞ ഒന്നുമില്ലാത്തവൻ്റെ കൂടെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തവനായിരുന്നു. പക്ഷേ നിലവിൽ അവന് ജോലി ഉണ്ടെന്നാണ് പറയുന്നത്. പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായിരുന്നു അനൂപ് നന്ദകുമാർ. പന്തളം സ്വദേശി, പൂഴിക്കാട് സ്വദേശിയാണ്. പന്തളം ഡിപ്പോയിലൊക്കെ അവനെ പരിചയമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ നിലവിൽ അവന് KSRTCയിൽ കണ്ടക്ടറായിട്ട് സ്ഥിരമായിട്ട് കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിക്ക് ഇനിയും ഒരു ജീവിതം, നല്ലൊരു ജീവിതം ബാക്കിയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവൻ കല്യാണം കഴിച്ചിട്ടില്ല. ഈ ചെറുക്ക് 10-40 വയസ്സുണ്ടെന്ന് പറയുന്നു, 40 പുറത്തുണ്ടെന്ന് പറയുന്നു, കല്യാണം കഴിച്ചിട്ടില്ല. ഇവൻ ഒരു യാഥാസ്ഥിക സാധാരണപ്പെട്ട ഫാമിലിയുള്ള ഒരു പയ്യനാണ്.
അച്ഛൻ നന്ദകുമാറാണ്. ഇവൻ ബസ് ഓടിച്ച് പോകുന്ന ഒരു വീഡിയോ ഒക്കെ വൈറലാവുന്നുണ്ട്. അതായത് മനസ്സിലാക്കുന്നത് ഏതാണ്ട് 1 വർഷമായിട്ട് ഇവർ തങ്ങളിൽ പ്രണയം ഉണ്ടായിരുന്നു. അത് മറച്ചു വെച്ചുകൊണ്ട് ഇവനെ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം ഒരുപക്ഷെ ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നതായിരിക്കാം. ഈ ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ 127K ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൂടിയത് കൊണ്ട് 160K ഫോളോവേഴ്സായി. അതായത് ഒരുപാട് ആൾക്കാർക്ക് ഇവള് ചെയ്ത പ്രവൃത്തി ഇഷ്ടപ്പെട്ടുണ്ട്. ഈ അപരാധന്മാർക്ക് വലിയ രീതിയിൽ സപ്പോർട്ട്. നമ്മളെ തെറി പറയുന്ന ചില ആൾക്കാരുണ്ട്. 90% ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു വീഡിയോയുടെ താഴെ 90% ആൾക്കാരും ഇവളെ തെറി പറയുന്ന ആൾക്കാരുണ്ടെങ്കിലും വലിയൊരു ഭാഗം ആൾക്കാർ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പോയത് നന്നായെന്ന് പറയുന്ന തന്തയില്ലാത്ത ചില ആൾക്കാരുണ്ട്. എനിവേ അവരെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഒരു കൺസെപ്റ്റ് അതായിരിക്കും. സ്വന്തം വീട്ടിൽ സംഭവിക്കുമ്പോഴത്തേനും അത് പഠിക്കും. ഇവിടെ ഇവള് പോയതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നത്, ഈ ചെയ്ത രീതി തലേ ദിവസം വരെ മറ്റവൻ്റെ കൂടെ ഉണ്ടുറങ്ങിയതിന് ശേഷം ഈ 1 വർഷത്തോളം അവനെ എല്ലാ തരത്തിലും സ്നേഹിച്ച് സ്നേഹം അഭിനയിച്ച് നിന്നതിന് ശേഷം അവൻ്റെ കൂടെ കാർ എടുക്കാനും സിനിമയ്ക്ക് പോകാനും ഈ പറഞ്ഞ KFC അടിക്കാനും എല്ലാം ഒക്കെ ചെയ്തതിന് ശേഷം വിദേശയാത്ര, ഈ പറഞ്ഞ എന്താ പറയുക, നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് മാലിയിലൊക്കെ പോയി ജീവിതം ആസ്വദിച്ചതിന് ശേഷം ഇത്രയും ഫെയിം ഉണ്ടാക്കിയെടുത്ത് ഇത്രയും ഫോളോവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം സ്വന്തം നിലയിൽ ആടൊക്കെ ചെയ്ത് റവന്യൂ കിട്ടുമെന്ന് മനസ്സിലായപ്പോഴത്തേന് തൻ്റെ കാമുകന് ജോലിയായി അവൻ ബസ് കണ്ടക്ടർ ആവുന്നു. രാഖി രാമാനം ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും കാലം കൂടെ നിന്നവനെ പട്ടി വില കൊടുത്ത് നാട്ടുകാരുടെ മുമ്പിൽ ഇത്രയും അപമാനപ്പെടുത്തി ഇറങ്ങിപ്പോകുന്ന ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ. അതായത് വീഡിയോ ചെയ്തവരെയാണ് കുറ്റം പറയുന്നത്. ഈ സംഭവം പുറത്ത് കൊണ്ടുവന്നവരെ. സോഷ്യൽ മീഡിയയിൽ ഇത്തരം സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ പുറത്ത് വരാതിരിക്കും. ഏതൊരു വ്യക്തി ആയിക്കോട്ടെ പുറത്ത് വരാതിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പെൺകുട്ടി ചെയ്ത പ്രവൃത്തി നല്ലതാണെന്ന് പറയുന്ന അപരാധി മക്കളെ എന്താ ചെയ്യേണ്ടത്? പിന്നെ അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമ്മ കുട്ടികളുള്ള അമ്മമാർ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കരുതിയിരിക്കണം. അവരുടെ ജീവിത ശൈലി ഒന്നുകൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ കെയറിങ്ങിനെ കുറിച്ച് പറയുന്ന ചില നാറികളുണ്ട്. അത് ഏത് പെണ്ണുങ്ങൾക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള BPD ഉണ്ടെന്ന് പറയുന്ന ഈ ഒരു വിഷയം ഞാൻ അവരോട് ചോദിച്ചു. അഖിലിൻ്റെ വീട്ടുകാരോട് ചോദിച്ച് ഒരു തരത്തിലുള്ള മെഡിസിൻ ഈ പെങ്കൊച്ച് കഴിക്കുന്നില്ല. ഒരു BPD ഒന്നും ഈ പെങ്കൊച്ചിനില്ല. പക്ഷേ അല്പം കിളി പോയൊരു പെങ്കൊച്ചാണെന്ന് സംസാരത്തിൽ വ്യക്തമാണ്. കിളി പറഞ്ഞൊരു പെങ്കൊച്ചാണ്. പക്വതയില്ലെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി ഈ ഒരു പെങ്കൊച്ച് പോയി കഴിഞ്ഞാൽ അതിശയിക്കേണ്ടതില്ല. ഈ കെട്ടിക്കൊണ്ട് പോയി അനൂപിന് കഴിവുണ്ടെങ്കിൽ അതുണ്ടാകത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അഖിലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവനൊരു സാധു, വെറും സാധു, പാവപ്പെട്ട ചെറുക്കൻ. അവൻ ഈ പറഞ്ഞ അവൻ്റെ കോമഡി സിനിമയൊക്കെ പാഷനായിട്ട് കണ്ടു നടക്കുന്ന ഒരു ചെറുക്കൻ. അല്ലാതെ ഈ പറഞ്ഞ ഹോമോസെക്ഷലും വിഷയങ്ങളൊക്കെ വെറുതെ കെട്ടുകഥകളാണ്. അവനുമായിട്ട് ബന്ധപ്പെട്ട വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അവൻ ഈ പറഞ്ഞ കണക്ക് വിഷയങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. പിന്നെ ബൈസെക്ഷൽ ആയിട്ടുള്ളൊക്കെ ആൾക്കാർ ഒരു 10-70% ആൾക്കാരും ബൈസെക്ഷലാണ്. ഇതൊന്നും ആരും ഇപ്പം ഞാൻ അങ്ങനെ ആണെങ്കിൽ ഞാൻ ആരോടെങ്കിലും തുറന്ന് പറയുമോ? ഇപ്പം നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്നോട് പറയുമോ? അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പ് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കുക. നിലവിൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നാണ് പറയുന്നത്. ആ ഒരു വിഷയം കൊണ്ട് ഒന്നുമല്ല ഇവിടെ പോയത്. പോലീസ് സ്റ്റേഷനിൽ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ പയ്യനെ, അതായത് അനൂപിനെ ഇഷ്ടമായതുകൊണ്ട് പോവുക എന്ന് പറയുന്നു. നമ്മൾ കണ്ട വീഡിയോ അത് ഒറിജിനൽ വീഡിയോ ആണെന്നാണ് പറയുന്നത്. അവർ നിഷേധിച്ചു, പക്ഷേ അത് ഒറിജിനൽ വീഡിയോ തന്നെയാണ്, ഒറിജിനൽ ഒളിച്ചോട്ടമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ ഒരു പെൺകുട്ടികളും ഇതുപോലെ അവരാതെ കാണിക്കാൻ പാടില്ല. നിയമപരമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം പോകാമായിരുന്നു. ഇതിപ്പോൾ സ്വന്തം വീട്ടിൽ കണ്ടു വളർന്ന കാര്യം ആ കൊച്ച് ആവർത്തിച്ചു. അതുകൊണ്ട് ആ കൊച്ചിനെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. ഒരു പരിധിവരെ കൊച്ചിനെ വളർത്തുദോഷം തന്നെയാണെന്ന് വളരെ വ്യക്തമാണ്. പെൺകുട്ടികളുള്ള അമ്മമാർ ഇനിയെങ്കിലും ഇതുപോലൊക്കെയുള്ള അപരാധം കാണിക്കുമ്പോഴത്തേന് അവരെ സംബന്ധിച്ച് അവർ ചെയ്ത കാര്യം കറക്റ്റായിരിക്കാം. ആ ഒരു ഭർത്താവ് അവിടെ കല്യാണത്തിൽ വന്നിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കും. ഒരു കഥഭാഗ്യനായ ഒരു ഭർത്താവ്, അയാൾ വേറെ കല്യാണം കഴിച്ചോ അറിയത്തില്ല. അയാളെ കല്യാണത്തിന്, മകളുടെ കല്യാണത്തിന് വന്ന് ഇനി അഖിലിന് എന്തുപോലെ ആ ഒരു ഗതി വന്നില്ല. ഇവള് ഗർഭിണിയല്ല, അല്ലെങ്കിൽ ഭാവിയിൽ അഖിലിനും അതേപോലെ ഒരു അച്ഛനായിട്ട് കൊച്ചിൻ്റെ കല്യാണം നടത്തി കൊടുക്കാൻ പോകേണ്ടി വന്നേനെ. അത്തരം ഒരു അവസ്ഥ ഉണ്ടായില്ല. എനിവേ അഖിൽ എന്നാടി ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത്, അവൾ പോയത് പോട്ടെ, എനിക്കതിൽ ദുഃഖമില്ല, അതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നിക്കാണുമെന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല സുന്ദരമായൊരു ലക്ഷറി ലൈഫിൽ നിന്നാണ് ഈ ഒരു പെങ്കൊച്ച് രാഖി രാമാനം രാത്രി ഇറങ്ങിപ്പോയത്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ലൈഫ്, റീൽസ് ലൈഫും റിയൽ ലൈഫും എന്തുമാത്രം ഫേക്ക് ആണെന്ന് ഒന്നുകൂടെ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ കമൻ്റ് ഇടുന്ന ചില അണ്ണന്മാർ, ചില കെയറിങ്ങിനെ കുറിച്ച് പറയുന്ന അണ്ണന്മാർ, അവന് കെയർ കൊടുക്കാൻ പറ്റില്ല, അവന് സെക്സ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന അണ്ണന്മാർ മനസ്സിലാക്കേണ്ടത് എല്ലാം തികഞ്ഞവരാരുമില്ല. എന്തെങ്കിലും ഒരു മിസ്സിങ് പറഞ്ഞായിരിക്കും. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഈ ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. എല്ലാം കൊടുക്കുന്നവനാണെങ്കിൽ ഒന്നുമില്ലാത്തൊരു സംഭവം കണ്ടുപിടിച്ചിട്ട് അതുകൊണ്ട് ഇറങ്ങിപ്പോയെന്ന് പറയും. കെയറിങ്, സെക്സും ഭക്ഷണവും എല്ലാം കൊടുക്കുന്നവനാണെങ്കിൽ പറയും യാത്രകൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പോയെന്ന് പറയും. അവന് യാത്രയൊന്നും ഇഷ്ടമല്ല. ഇവിടെ അഖിൽ പറയുന്നുണ്ട് അവന് യാത്രയൊന്നും ഇഷ്ടമല്ലെന്ന്. അപ്പോൾ ഈ പെണ്ണിന് അതും പറയാൻ വേണമെങ്കിൽ, പിന്നെ ഈ കുണ്ടനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പിന്നെ എതിരഭിപ്രായം ഒന്നും പറയത്തില്ല. ഏറ്റവും വലിയ മാർഗ്ഗം ഭർത്താവ് കുണ്ടനായതുകൊണ്ട് ഞാൻ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു എതിരഭിപ്രായം പറയത്തില്ല. ആര് പറയും? അപ്പോൾ വലിയ സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. ഇവിടെ അത് തന്നെ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബക്കാരോടൊക്കെ ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു, തന്തയിലാഴുകയാണ്. ഇനി ഒരിക്കലും അവനൊരു കല്യാണം നടക്കാൻ കഴിയാത്ത വിധം
ഇത്രയും കാലം അവൻ്റെ കൂടെ നിന്നിട്ട് അവൻ്റെ എല്ലാ സംഭവങ്ങളും കൈപ്പറ്റിയിട്ട് ഈ അപരാധം കാണിച്ച് അവനെ നാണം കെടുത്തിയ ഈ ഒരു പെങ്കൊച്ചിന് ഒരു തരത്തിലും മാപ്പ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപരാധങ്ങൾക്കും അപീതങ്ങൾക്കും എപ്പോഴും ഞാനെതിരാണ്. ഞാനത് ചെയ്യാറില്ല, പ്രോത്സാഹിപ്പിക്കാറുമില്ല. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.